റോഷിപാൽ കൂടി ചേരുന്നുണ്ട്. റോഷിപാൽ, ഇപ്പോൾ ഔദ്യോഗികമായി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നു. പക്ഷേ ഇതിനോടകം തന്നെ കലാകാരന്മാരൊക്കെ അണിനിരന്ന് കഴിഞ്ഞു. തലസ്ഥാനത്തിന് മിഴിവേകുന്നതായി മാറും ഈ ഘോഷയാത്രയും, അല്ലേ? വിനിത, ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഘോഷയാത്ര. നമുക്കറിയാം, കഴിഞ്ഞ തവണ വലിയൊരു ദുരന്തം വയനാട്ടിൽ ഉണ്ടായപ്പോൾ ഘോഷയാത്ര ഉപേക്ഷിച്ചതാണ്. ഇടയ്ക്കൊക്കെ അതുപോലെ ഇടവേളകൾ ഉണ്ടായിരുന്നു. ഈ തവണ ഏറ്റവും മനോഹരമായ രീതിയിൽ ഓണം വാരാഘോഷത്തിന്റെ സമാപനം കുറിക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പ് വളരെ നേരത്തെ തന്നെ സർക്കാർ ഭരണകൂടം നടത്തിയിരുന്നു. ഇപ്പോൾ നേരത്തെ തുടക്കത്തിൽ കാണിച്ചതാണ് അശ്വാരൂഢ സേനയിലാണ് തുടങ്ങുന്നത്. പിന്നീട് മദ്രാസ് റെജിമെന്റിന്റെ ബാൻഡ് സംഘമുണ്ട്, NCC ഉണ്ട്. അതിന് ശേഷം പിന്നീട് കലാരൂപങ്ങളാണ്, വിവിധ കലാരൂപങ്ങളുടെ ദൃശ്യങ്ങളുണ്ട്. പിന്നീട് ഓരോ നിശ്ചല ദൃശ്യങ്ങളാണ്. അത് സർക്കാർ വിഭാഗത്തിന്റെ ടൂറിസമാണ് ആദ്യം തുടങ്ങുന്നത്. പിന്നീട് കേരള പോലീസും വനം വകുപ്പും അങ്ങനെ KSEBയും തുടങ്ങിയ വിഴിഞ്ഞം പോർട്ടുണ്ട്. അങ്ങനെ നിരവധി നിശ്ചല ദൃശ്യങ്ങൾ, ഏതാണ്ട് 60ഓളം നിശ്ചല ദൃശ്യങ്ങളുണ്ട്. ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ, കാഴ്ചകളാണ് ഒരുപക്ഷെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ തുടങ്ങും, ഈ യാത്രക്ക് തുടങ്ങും. അത് നേരെ ഈസ്റ്റ് ഫോർട്ടിലാണ് അവസാനിക്കുക. ഏറ്റവും മനോഹരമായ രീതിയിലുള്ള കാഴ്ചകളിൽ നമുക്ക് ഓരോ കലാരൂപങ്ങൾ തന്നെ കാണാം. അല്പസമയത്തിനകം തന്നെ ഇതൊക്കെ ഇവിടെ നിന്ന് തുടങ്ങും. ഏറ്റവും വലിയ തയ്യാറെടുപ്പുകൾ തന്നെ ഉണ്ടായിരുന്നു. ഓണം ഈ തവണ ഏറ്റവും മനോഹരമായി കേരളം ആഘോഷിച്ചു. അതിൻ്റെ സമാപനത്തിനാണ് ഇപ്പോൾ തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. ഇനി കുറച്ച് പിറകിലോട്ട് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾക്ക് അപ്പുറത്താണ് നിശ്ചല ദൃശ്യങ്ങൾ. അതിൽ നിന്ന് അങ്ങോട്ട് നേരെ കവടിയാറിൽ വരെ എത്തും നിശ്ചല ദൃശ്യങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുന്നത്. അവിടെ സുനിഷ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രതിനിധികളുണ്ട്. അവിടുന്ന് നേരെ തിരിച്ച് മാനവീയം വീതിക്ക് സമീപത്തൂടെ അങ്ങോട്ട് ഈസ്റ്റ് ഫോർട്ടിലേക്ക്, സെക്രട്ടേറിയറ്റ് പരിസരത്തൂടെ പാളയം വഴി ഈസ്റ്റ് ഫോർട്ടിൽ സമാപിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഘോഷയാത്ര തയ്യാറെടുത്തത്. നൂറുകണക്കിന് ആളുകൾ റോഡിന്റെ ഇരുവശങ്ങളിലുമായി കാത്തിരിക്കുന്നു. വളരെ നേരത്തെ തന്നെ കാത്തിരിക്കുന്നതാണ്. വിദേശത്ത് നിന്നുൾപ്പെടെ ആളുകൾ എത്തിയിട്ടുണ്ട് ഈ ഘോഷയാത്രക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി, ഓണാഘോഷത്തിന്റെ സമാപനത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി. ഇപ്പോൾ മഹാബലിയൊക്കെ നമുക്ക് ഇപ്പോൾ കാണാം. ഒരു രഥത്തിൽ ഏറി മഹാബലി കേരളത്തിലേക്ക് വരുന്ന ഒരു നിശ്ചല ദൃശ്യമാണ് ഇപ്പോൾ കാണാം. സായി ആർട്സ് തയ്യാറാക്കിയ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണത്. അങ്ങനെ തുടങ്ങിയ ഓരോ കാഴ്ചകളാണ്. അത് അല്പസമയത്ത് നമുക്ക് കാണാം. ഇതൊക്കെ അവർ വളരെ രഹസ്യമായി തയ്യാറെടുത്താണ്. എന്നാൽ പോലും അല്പസമയത്തിനകം കാണാം.